മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എന്ന് വെച്ചാൽ ഒരു മൈൻക്രാഫ്റ്റിലുള്ള ഒരു ഗെയിം മോഡാണ്. ഈ ഗെയിം മോഡ് നിങ്ങൾ ഒരു പ്രാവശ്യം ചത്താൽ നിങ്ങളുടെ വേൾഡ് എന്നേക്കുമായി ഡിലീറ്റ് ആയി പോകുന്നതാണ്. സോ അതുകൊണ്ട് ഞാനും പുതിയൊരു മൈൻക്രാഫ്റ്റ് വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാനൊരു ഹാർഡ് കോർ വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിൻ്റെ വീഡിയോസ് എങ്ങനെ വരുന്നേക്കും ഇന്ന് എനിക്ക് 2 ഗോളാണുള്ളത്. സോ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. രണ്ടാമത്തത് ഫുൾ അയൺ ആർമർ ആവണം. സോ ഇതിനെ കുറിച്ച് മോഡ് ഇതാണ് കളിക്കുന്നത്. ഈ മോഡ് അറിയുന്നത് ആ മോഡും പിന്നെ എത്ര മോഡുണ്ട്. നമുക്കിനി കുറച്ച് വുഡ് മൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വുഡ് മൈൻ ചെയ്തതിൻ്റെ ഇടയിലാണ് ഞാൻ അത് കണ്ടത്. അവിടെ അതൊരു വില്ലേജ് ഉണ്ട്. നമുക്ക് ആ വില്ലേജിലൊന്ന് പോകാം. സ്റ്റോൺ വയ്ക്കുന്നത് അവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മളിത് ഈ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വില്ലേജ് ഒന്ന് ലൂട്ട് ചെയ്യണം. ഇവിടെ ജസ്റ്റ് ഉണ്ട് ലെതർ ക്യാപ്പ്. അത് നമുക്ക് നല്ല ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തലയിലിടാം. അപ്പോൾ നമ്മളിവിടെ ഉള്ള വില്ലേജിന് കൂട്ടിലേക്ക് വേണമെങ്കിൽ അവിടെ ബെല്ലടിച്ചിട്ടുണ്ട്. ഇവിടെ 2 വില്ലേജർ പോയിട്ടുണ്ടോ? ഇവിടെ ഒരു വില്ലേജർ 2 വില്ലേജർ ഉണ്ട്. ആ 2 വില്ലേജർ മതി നമുക്ക്. നമ്മളിതാ ഫുള്ളി ഹീലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉള്ള അയൺകോളത്തിനെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിത് ഇവിടെ ഒരു അയൺകോളത്തിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അയൺ കിട്ടിയിട്ടുണ്ട്. എത്ര അയൺ ഉണ്ട്? ഓ ഗൈസ് 4 അയൺ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു വെള്ളം ഉണ്ടല്ലോ. അപ്പൊ ഗൈസ് ഞാൻ വിചാരിച്ച ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. ഇതൊരു പ്ലെയിൻസ് ഭയമായതുകൊണ്ട് ഇവിടെ അധികം വുഡ് ഉണ്ടാവൂല. സോ ഇനി വുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ട്രീന്റെ ഫാം ഉണ്ടാക്കാം. ഗൈസ് ഈ മരത്തിലുള്ള ഇല മുഴുവൻ വെട്ടി എന്നിട്ട് ഒരൊറ്റ സാപ്ലിംഗ് പോലും കിട്ടിയില്ല. ഗൈസ് അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഈ രാത്രിയിലാണ് ഹാർഡ് കോർ യൂട്യൂബേഴ്സ് കൂടുതലും ചാവാറുള്ളത്. സോ നമുക്കൊരു ബെഡ് ഉണ്ടാക്കി വേഗം കിടന്ന് നോക്കാം. നമ്മളത് ആദ്യത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമാണ് കുറച്ച് കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട്. സോ നമുക്ക് ഇനി കുറെ കോബിൾ സ്റ്റോൺ വേണം. ഗൈസ് പിന്നെ നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം. കാരണം എനിക്കിവിടെ ഒരു സ്കെലിട്ടന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബാക്കി കോബിൾ സ്റ്റോൺ വേണം. അങ്ങനെ ഗൈസ് നമ്മളിത് ഇവിടെ ഒരു കേവിൽ എത്തിയിട്ടുണ്ട്. ഈ ഹാർഡ് കോറിൽ ഈ സമയത്ത് കേവിൽ പോവാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് ഗൈസ്. ബട്ട് ഐ എം ഗോയിങ് ടു ഗോ ഇൻ. എന്തായാലും നമുക്ക് കേവ് പോവാം. അത് അവിടെ സ്കെൽട്ടൺ ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സ്കെൽട്ടനെ കൊന്നിട്ടുണ്ട്. അടുത്ത സോംബി വരുന്നുണ്ട്. ഓക്കെ എനിക്ക് ഈ സോംബിനെ ഇപ്പം എങ്ങനെ ഷീൽഡ് വെച്ചിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഓ ബേബി സോംബി ഗൈസ്. ഓ ഐ എം അബൌട്ട് ടു ഡൈ. ഓക്കെ ഗൈസ് എങ്ങനെയൊക്കെ നമ്മൾ ആ സിറ്റുവേഷനിൽ രക്ഷപ്പെട്ടെന്നാ തോന്നുന്നത്. കുട്ടി സോംബി ഗൈസ്. അഗൈൻ ഗൈസ് 2.5 ഗൈസ് ഐ എം സോ സ്കേർഡ്. ഓ ഓക്കെ ചത്ത്. ഓക്കെ ഞാൻ പോണില്ല ഗൈസ്. നമുക്ക് അതേതായും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഒരു 24 അയണാണ് ആവശ്യമുള്ളത്. അത് കിട്ടിയാൽ നമുക്ക് നേരെ ഓട്ടണം വീട്ടിലേക്ക്. കേവിലാണ് ഞാൻ നേരത്തെ പോയത്. ഇവിടെ ഫുള്ള് മോബ്സ് ആണ് ഗൈസ്. ഓക്കെ ആ സ്കെൽട്ടൻ നമ്മൾ ഇത് കണ്ടി ഇതിന് വന്നിട്ടുണ്ട്. കേവ് ഫുള്ളൊന്ന് ലൈറ്റ് ചെയ്യാം. അടുത്ത അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് അയണിന്റെ വെയിൻ ഇപ്പൊ ഭയങ്കര കുറവാണ് ഗൈസ്. അടുത്ത അയൺ കിട്ടിയിട്ടുണ്ട്. അതൊരു ഇപ്പൊ നമ്മള് ഏണ്ണുണ്ട്. നമുക്ക് കുറച്ചുകൂടി വേണം. സോ ഈ കേവ് മൊത്തം നമുക്ക് ലൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കറങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഹാർഡ് കോർ ഗൈസ് എന്തും സംഭവിക്കാം. ഗൈസ് നമ്മളൊരു വലിയൊരു കേവിൽ എത്തിയിട്ടുണ്ട്. കേവിനെ കൊടുത്ത് ചാടാൻ പോകും. There is a diamond right there. ഡയമണ്ട് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു കാവൽക്കാരനുണ്ട്. നമ്മളെ ചുറ്റി അയണൊക്കെ നമുക്ക് മൈൻ ചെയ്യാം. കുറച്ച് ചെറിയൊരു ആർമർ ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അയണെടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ ഒന്ന് പോകാം. ഇതും ആ കേവിലേക്ക് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. പേപ്പർ ഉണ്ട്. സോ തിരിച്ചൊന്ന് പോവാം. ഡയമണ്ട്സ് എടുത്ത് അപ്പം തന്നെ ഓടിയാൽ കാരണം അവിടെ ഒരു സ്കെൽട്ടൺ ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു ക്രീപ്പർ ഉണ്ടായിരുന്നു. അത് പോയി